വളരെയേറെ പ്രചാരമുള്ള ഒരു വാസ്തുകലയാണ് ഫെങ് ഷുയി. കഴിഞ്ഞ 8 വർഷമായി ഇന്ത്യക്കകത്തും പുറത്തും വിജയകരമായി ഈ കല ചെയ്തു വരുന്ന ഫെങ് ഷുയി മാസ്റ്റർ ഷാജി കെ നായർ 8000-ൽ പരം ഭവനങ്ങളും സ്ഥാപനങ്ങളും സന്ദർശിച്ച് നിർമ്മിതിയിൽ മാറ്റം വരുത്താതെ വാസ്തുദോഷവും വ്യക്തിദോഷവും മാറ്റി 48 മണിക്കൂറിനകം മാറ്റം ഉറപ്പുവരുത്തി കൊടുത്തതിനാൽ ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം, കോട്ടയം, ഗുരുവായൂർ, കണ്ണൂർ, കോഴിക്കോട്, ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിൽ തേജസ് ഫെങ് ഷുയി എന്ന ബ്രാഞ്ചുകളിലായി അദ്ദേഹത്തിന്റെ സേവനം ലഭ്യമാണ്. ബിസിനസിന്റെ അഭിവൃദ്ധിക്കും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതത്തിനും പഠനവും അതിന്റെ ഫലങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യത്തിനും രോഗശാന്തിക്കും കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നല്ല തൊഴിൽ അവസരങ്ങൾക്കും ഭാവിക്കും വേണ്ടിയാണ് ഇന്ന് ഫെങ് ഷുയി ഉപയോഗിക്കപ്പെടുന്നത്. ആവശ്യക്കാർക്ക് തന്റെ സേവനം ലഭ്യമാക്കാൻ ഷാജി കെ നായർ സദാ സന്നദ്ധനാണ്. നമസ്കാരം. ഫെങ് ഷുയിൽ കഴിഞ്ഞ ആഴ്ച ചൈനീസ് കോയിനുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അതിന് മുമ്പിലത്തെ ആഴ്ച കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് പറഞ്ഞു. ഈ ആഴ്ച നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ വീട്ടിൻ്റെ പുറത്തു നിന്ന് വരുന്ന എനർജി, അതായത് പല വീടുകളുടെയും ഫ്രണ്ടിൽ നെഗറ്റീവ് എനർജി വരാം, പോസിറ്റീവ് എനർജി വരാം. ആ നെഗറ്റീവ് എനർജികളിൽ നിന്നും നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിനെ എങ്ങനെ സംരക്ഷിക്കാം, അതാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. അതായത് നല്ല ചിഹ്നങ്ങൾ, അതായത് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ചിഹ്നങ്ങൾ, സിമ്പിൾസാണ് ഏറ്റവും കൂടുതൽ ഫെങ് ഷുയിൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വീട്ടിൻ്റെ പ്രധാന വാതിലിലൂടെയാണ് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും കടന്നു വരുന്നത്. അതിൽ നെഗറ്റീവ്, നമുക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജിയെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് നമുക്ക് ഈ സിമ്പിൾസ് ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സിമ്പിൾ എന്ന് പറയുന്നത് സ്വസ്തിക്കാണ്. സ്വസ്തിക്ക് എന്ന് പറയുന്ന സിമ്പിൾ ഇതാണ്. ഈ സ്വസ്തിക്ക് തന്നെ പല ടൈപ്പിലുണ്ട്. പിന്നെ ഓം, സ്വസ്തിക്, തൃശൂൽ അങ്ങനെ പറഞ്ഞ സിമ്പിൾസ് ഉണ്ട്. ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വസ്തിക്. ഈ സ്വസ്തിക്ക് എന്ന് പറയുമ്പോൾ പ്രധാന വാതിലിൻ്റെ കട്ടളയുണ്ടാവും. ആ കട്ടളയുടെ 2 ഭാഗത്തായിട്ട് 2 സ്വസ്തിക്ക് ഒട്ടിച്ചു വച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി, അതായത് ആചാരപ്രകാരം പറഞ്ഞാൽ ബാധോപദ്രവങ്ങളിൽ നിന്നും വീട്ടിനെ സംരക്ഷിക്കുവാനുള്ള ഇതുണ്ടാവും. സ്വസ്തിക്ക് പ്രധാന വാതിലിൻ്റെ കട്ടളയുടെ 2 സൈഡിലും വെച്ച് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ എല്ലാ മതവിഭാഗക്കാർക്കും അവരവരുടേതായിട്ടുള്ള സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസാണ് നമ്മൾ വീട്ടിൻ്റെ പ്രധാന വാതിലിൽ ഉപയോഗിക്കേണ്ടത്. പിന്നെ സ്വസ്തിക്കിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. കാരണം പല വീടുകളിലും ഞാൻ ഫെങ് ഷുയി ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ പക്വ മിറർ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പക്വ മിറർ ശ്രദ്ധിച്ച് ഉപയോഗിച്ചിട്ട്, പക്വ മിറർ എന്താണെന്നുള്ള കാര്യം വരും എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരാം. അത് ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ തിരിച്ച് ദോഷം ഉണ്ടാവുന്നതാണ്. അപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ, പ്രധാന വാതിലിൻ്റെ നേരെ ഫ്രണ്ടിൽ വല്ല ടെലിഫോൺ പോസ്റ്റോ, അല്ലെങ്കിൽ വലിയ മരങ്ങളോ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റോ, അല്ലെങ്കിൽ ഹൈവേയോ, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കോ, ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പക്വ മിറർ വയ്ക്കാവുന്നുണ്ട്. പക്ഷേ ആ പക്വ മിറർ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ദോഷമുണ്ടാകും. അതിന് പകരം ഈ ടൈപ്പിലുള്ള സ്വസ്തിക്ക് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ സ്വസ്തിക്കിനൊരു പ്രത്യേകതയുണ്ട്. പിരമിഡുകളാണ് കംപ്ലീറ്റ്. ഈ സ്വസ്തിക്കിൻ്റെ ഈ സിമ്പിൾസ് കംപ്ലീറ്റ് പിരമിഡാണ് വരുന്ന നെഗറ്റീവ് എനർജിയെ സ്പ്രെഡ് ചെയ്യിപ്പിക്കുവാനുള്ള കഴിവാണ് ഈ പിരമിഡിനുള്ളത്. പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് എനർജിയെ മറ്റേ പക്വ മിററാണെങ്കിൽ ഒരു പോയിന്റിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. ഇതാണെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് നശിപ്പിച്ച് കളയുവാനുള്ള കഴിവാണ് സ്വസ്തിക്ക്, പിരമിഡ് ടൈപ്പ് സ്വസ്തിക്കിനകത്ത് ഉള്ളത്. പിരമിഡ് ടൈപ്പ് സ്വസ്തിക്ക് വയ്ക്കുവാൻ ബുദ്ധിമുട്ടുള്ള പല മതവിഭാഗക്കാരിലുള്ള ആൾക്കാരുണ്ട്. അവർക്ക് സ്ക്വയറായിട്ടുള്ള ഒരു പിരമിഡ് സെറ്റ്, അത് 9 പിരമിഡ് അടങ്ങിയിട്ടുള്ള ഒരു സ്ക്വയർ കിട്ടും, പിരമിഡ് സ്ക്വയർ. അത് വീടിൻ്റെ വാതിലിലൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാലും ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യിപ്പിക്കുവാനുള്ള കഴിവിനകത്തുണ്ട്. ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് നെഗറ്റീവ് എനർജി വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് നോക്കുമ്പം അറിയാൻ പറ്റും. ഒന്നുകിൽ വീട്ടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു വലിയൊരു മരം, അല്ലെങ്കിൽ ഹൈവേ. ഈ ഹൈവേ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നെഗറ്റീവ് എനർജി വരുന്നതെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം.
വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ഈ ബസ്സുകളോ ലോറികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് എനർജി അങ്ങ് നഷ്ടപ്പെടുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഉള്ള സ്വസ്തിക്കുകളും അല്ലെങ്കിൽ വേറെ പല സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കൂടുതലായിട്ട് പറഞ്ഞു തരാം.